നമ്മൾ ബ്ലാക്ക് ഫ്രോൺസിൽ നമ്മൾ ചെയ്ത കുറച്ച് വർക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഫ്രണ്ട് ഗ്രില്ല് പിന്നെ ക്രോം ഇതെല്ലാം നമ്മൾ ഡീക്രോം ചെയ്തു. ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ ജസ്റ്റ് ഗ്ലോസി ബ്ലാക്ക് അടിച്ചു. പിന്നെ ഇതിൽ ഫ്രണ്ടിൽ നമ്മൾ സ്കിഡ് പ്ലേറ്റ് അതൊക്കെ കമ്പനി സാധനം നമ്മൾ ആഡ് ചെയ്തത്. ഇതിൽ കൂടുതൽ നമ്മൾ കമ്പനി തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ പുറത്തത്തെ ആക്സസറീസ് ഉള്ളൂ. ഓൾമോസ്റ്റ് ഒക്കെ നമ്മൾ കമ്പനി തന്നെയാണ്. ഇതൊക്കെ നിസ്സാര പൈസയുള്ള ഡീക്രോം ചെയ്യാനൊക്കെ ആയിട്ട് സ്റ്റിക്കർ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ക ഫിനിഷിങ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കാലിപ്പുറ റെഡ് അടിച്ചു. വീലടിച്ച് കമ്പനി സാധനമാണ്. സൈഡിലത്തെ ബീഡിങ്ങും അതിൻ്റെ അടിയിലത്തെ ഒരു സ്കർട്ടൊക്കെ കമ്പനി നമ്മൾ ചെയ്തതാണ്. വീലർച്ച് 4 വീലർച്ചിൻ്റെ മുകളിലും. പിന്നെ നമ്മുടെ വണ്ടി ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടി തന്നെ. പിന്നെ ബാക്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്പോയിലർ ആഡ് ചെയ്ത് കൊടുത്തു. അത് നൈസ് ലുക്കാണ്. സൈഡിലത്തെ ബീഡിങ്ങും പിന്നെ ഒരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കമ്പനി. പിന്നെ നമ്മൾ സീറ്റിനോട് മാച്ചായിട്ട് തന്നെ അതിൻ്റെ ഡോർ പാഡൊക്കെ നമ്മളതിൽ ആഡ് ചെയ്തിട്ട് ഡോർ പാഡൊക്കെ നമ്മളൊരു ലെതറിൻ്റെ ഒരു ഫിനിഷ് കിട്ടാനായിട്ട് ആ സീറ്റായിട്ട് മാച്ചുള്ള സാധനം നമ്മൾ ചെയ്തു. പിന്നെ ഇതിൻ്റെ ആംറെസ്റ്റും സീറ്റൊക്കെ ഇട്ട സെയിം പാറ്റേൺ സ്റ്റിയറിംഗ് വരെ നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മാറ്റ് നമ്മളൊരു കാർബൺ മാറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ക മാറ്റാണത്. നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ നമ്മളതിൽ പക്ക ഫുൾ ഓപ്ഷൻ ടൈപ്പായിട്ട് നമ്മളത് മോഡിഫൈ ചെയ്തു. പിന്നെ ഇതിൽ നമ്മളതിൽ ക്യാമറ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വെച്ചാണ് കേട്ടോ. അതിൽ കമ്പനി സാധനം തന്നെയാണ് നമുക്ക് ക്യാമറ വെച്ചുള്ളത്. പിന്നെ ജസ്റ്റ് ഒരു ആംബിയൻ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലൂ കളർ. സീറ്റൊക്കെ പക്ക അത് നമ്മൾ പുറത്തുനിന്ന് ചെയ്താണ്. സീറ്റ് പക്കയായിട്ട് നല്ല ഫിനിഷിങ്ങുകളാണ്. ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. പക്ക സാറ്റിസ്ഫൈഡ് സീറ്റ് കേട്ടോ. ആംറെസ്റ്റൊക്കെ നമ്മൾ കമ്പനി ചെയ്തതാണ്. AC നമ്മൾ ആക്ടിവേഷൻ ചെയ്തിട്ടില്ല. ബാക്ക് അതൊന്നും നമുക്ക് അത്രയും ആവശ്യകത തോന്നില്ല, നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ DVR ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യം ഒരു സാധനമാണ് DVR. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടെങ്കിൽ ഒരു സേഫായിട്ട് നമ്മുടെ ഭാഗം നമുക്ക് തെളിയിക്കാൻ പറ്റും. ഡോർ പാഡൊക്കെ നമുക്ക് പക്ക നമുക്ക് നല്ല ഒരു വണ്ടിയിലിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക കംഫർട്ടബിളാണ്. പിന്നെ അതിൻ്റെ സ്ക്രാച്ച് വരാണ്ടിരിക്കുക നമ്മൾ സ്റ്റിക്കർ അതൊക്കെ നമ്മൾ ഓൺലൈനിൽ വരുത്തിയിട്ട് ചെയ്തതാണ്. അതിൽ ആംബിയൻ ലൈറ്റ് നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കിട്ടാവുന്ന രീതിയിൽ നമ്മളതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാർബൺ മാറ്റ് പക്ക മാറ്റാണത്. ഇട്ട് കഴിഞ്ഞാൽ നൈസായിട്ട് വണ്ടിയിൽ പൊടിയൊന്നും അടിക്കില്ല അടിയിലേക്ക്. പിന്നെ ഇതിൽ ബൂട്ടിൽ നമ്മൾ ജസ്റ്റ് അത് മാറ്റത് കമ്പനിയിൽ നിന്ന് മേടിച്ച മാറ്റാണ്. പിന്നെ അതിൻ്റെ ബാക്കിലായി ഒരു കണക്റ്റിംഗ് ലാമ്പ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ്. പിന്നെ ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്ററും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രോം പാർട്സൊക്കെ നമ്മൾ ഡീക്രോം ചെയ്തു. സുസുക്കിയുടെ എംബ്ലവും പിന്നെ ഫ്രോൺസിൻ്റെ ഇതിലെല്ലാം നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അത് സ്റ്റിക്കർ വർക്കാണ്. ഇത് പക്ക വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. വളരെ കോസ്റ്റ് കുറഞ്ഞുള്ള സംഭവമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ ബ്ലാക്ക് കളറിൽ കുറച്ച് വർക്ക് ചെയ്താൽ തന്നെ ആദ്യം ഫിനിഷ്